അപ്പൊ തുടങ്ങാം. അപ്പൊ ഗൈസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ മാത്രം എടുക്കണ്ട കൈ കടണീത് പറഞ്ഞാ മതി. നമ്മളെ ഇൻട്രോ പറ. ഇൻട്രോ എന്താ പറയണ്ടേ? അപ്പൊ കാണുന്നുണ്ട് എന്റെ മുഖം കാണുന്നുണ്ടോ? എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതെ, ഇത്രയും സിംപിളിറ്റി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ യൂട്യൂബർ ആയിട്ട്? ഇല്ല, ഉണ്ടാവില്ല, കാണാൻ പറ്റില്ല. ഇത്രയും സിമ്പിൾ യൂട്യൂബറിനെ കാണാൻ പറ്റൂല. യൂട്യൂബ് ചാനൽ കാണുന്നില്ല. യൂട്യൂബ് ചാനൽ ഇന്നലെ നീ പുറത്തിറങ്ങാറില്ലേ? ഞാന് സെർച്ച് ചെയ്തിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കുന്നത്. ഷമീറിന്റെ കണ്ടന്റാണ് ഇപ്പൊ യൂട്യൂബിൽ ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. മറ്റേ ഫുട്ബോൾ അടിച്ച എങ്ങനെ ഒക്കെ പോയല്ലോ, അമീറിന്റെ ആണ് ഫസ്റ്റ് ഉള്ളത്. ട്രെൻഡിങ് നമ്പർ 1 ആണല്ലേ അമീറിന്റെ. 3 മൈക്ക് വേണ്ടിയിരുന്നുണ്ട്. പേര് മാറ്റണ്ട. അമീർ ബ്ലോഗ്. നീ സംസാരിക്കുന്ന വീഡിയോ എടുത്തു. ക്യാമറമാനെ കുറിച്ച് ജൂനിയർ ആണ്, പേയ്മെന്റ് ഇല്ലാത്ത കാരണം പിന്നെ ആള് പറയണൊക്കെ ഞാൻ കേൾക്കുന്നത്. കൊടുത്തിങ്ങനെ നഷ്ടത്തിലായി പോവാ. അതങ്ങനെ തന്നെടാ. 25 അതെ, ഞാനില്ലേ, ഞാൻ ആങ്കർ. എന്റെ ഒരു ബ്രോഡ്കാസ്റ്റ് ക്യാമറമാന്റെ ദുരിതങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റ്. ഇവന്റെ ഒരു വീഡിയോ ഉണ്ടാ സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ട് ഇവ ഏർക്കുന്നത് വേറെ എവിടേക്കോ പണിക്ക് പോയി. അത് 24 സ്ട്രഗിൾസ് അല്ലേ? എന്ത് സ്ട്രഗിൾസ്? ഡെൻസ് കിച്ചണിലെ ചൂടിലും പൊരിയത്തും ഞാൻ ഡെൻസ് കിച്ചൺ അറിയോ? നമ്മളെ ST പാളയുള്ള ഒരു കിച്ചണാണ്. മറ്റേ റാസിക്കൊക്കെ ആദ്യം കുറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെൻസ് കിച്ചൺ അടുത്ത വീഡിയോ നമുക്ക് കിട്ടൂല, അത് കൺജസ്റ്റഡ് ആണ്. പിന്നെ ഒരു പ്രാവശ്യം മറ്റേ തൃശ്ശൂർക്കാരല്ലേ, അച്ചങ്ങായി ഒരു പ്രാവശ്യം ഞാൻ വന്ന് വീഡിയോ എടുത്തു. അതിനുശേഷം പിന്നെ ഇല്ല അതാ തനിച്ച് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോട്. ഈ ഒരു കണ്ടോ, കണ്ടിക്കോ ഈ ഒരു ലോഗോ? ഇത് ST പാളിൽ ഫേമസ് ആണ് ലോഗോ. അതെയോ? ഞാൻ പാട്ട് നിർത്തി. അതല്ല എടുക്കൂല. ഒരു പ്രാവശ്യം തൃശ്ശൂർക്കാർ ഒരു വീഡിയോ ഇട്ടാ 1 റീച്ച് ആയി പോയി. അതിനുശേഷം നിൽക്കാനിരിക്കാൻ അവിടെ സമയം കിട്ടിയില്ല. ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ട്. ഞാൻ പോയിരുന്നു അവിടെ. പ്രശ്നമില്ല. അപ്പോ ആ സമയത്താ കുറച്ച് മുമ്പ്. എത്ര? 1 കൊല്ലം മുന്നേ? അല്ലല്ല, ഒരു 6 മാസം മുമ്പ്. 6 മാസം മുന്നേ ഞാൻ ഉണ്ടാവുമല്ലോ നാടാ. അതല്ല, ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ ഞാൻ ഉണ്ടാടാ. നീ അവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ അവിടെ പാക്കിങ്, സപ്ലയർ, ബില്ലിങ് എല്ലാത്തിനും ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ഇവനെനിക്ക് മറ്റേ വെള്ളം കൊണ്ട് തരാണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മറന്നേക്ക്. ബാത്റൂം ഇല്ല, മൈക്കില്ലല്ലോ, കേൾക്കൂല. ഇല്ലല്ലേ ഇല്ലില്ല. വീഡിയോ എടുക്കണോ? വേറെന്താ വെക്കുന്നേ? ഇതിന്റെ മുകളിൽ തന്നെ. ആദ്യം മീൽസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് വെക്കാം. ചട്ടിച്ചോറും ചട്ടിച്ചോറുമ്പലായിട്ട് അത് കിട്ടും. അത് സെറ്റാക്കുമല്ലോ.
വയറിനകത്തോട്ട് സെറ്റ് ആക്കുന്നതാണ്. അതല്ല ഇതിന്റെ അകത്ത് ഫില്ലാവും. കണ്ടോ, അമീർ ഒന്ന് വിരലിന് പിടിച്ചിട്ട് ഫില്ലാവും. ആ കത്തിക്കില്ലല്ലോ, അത് ഞാൻ എഡിറ്റ് ആയിരിക്കേണ്ട ഒരു വീഡിയോ. എന്തായാലും കട്ട് ചെയ്യേണ്ടി വരും. എന്തായാലും കട്ട് ചെയ്യാൻ തോന്നിട്ടുണ്ടോ അമീറെ? എന്തല്ല അപരാധം പറഞ്ഞു. നീ എവിടെ പോണ? എന്ത് കൊടുക്കടാ സീപ്പടാ. ഇവിടെ നീ ഒരു കാര്യം ചെയ്യ്. വാഷ്റൂമില്ല. ഒന്ന് ഓഫ് ആക്കിക്കോ, ഞാൻ പോരാ. അല്ല നീ പോയിക്കോണോ? എന്ത് എന്ത് ഞങ്ങള് ഉണ്ടാക്കി ഇത് ചിന്താഗതിനെ തെറ്റിക്കല്ല. ഞങ്ങളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനമായിട്ട് അതിനെ എവിടെയും വെച്ചു. അല്ല ബിരിയാണി ഒന്നുമില്ലല്ലോ ചേച്ചി, ഇത് ഇത്ര ഉള്ളൂ. എല്ലാം ഇതേപോലെ കവർ ചെയ്യാം. ആ എന്നിട്ട് വോയിസ് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. Voice over start ചെയ്യാം. പൊന്തിച്ചിട്ട് എടുക്കുക. ആ കിടിലം ഫിഷ് ചട്ടിച്ചോറ് അതും ഉണ്ടാവും, അതും എടാ ഇത് നിന്റെയാണോ ഹെൽമെറ്റ്? കിടിലം അതുണ്ടാവും. ഇതങ്ങോട്ട് വെച്ചു. കിടിലം പോത്ത് ചട്ടിച്ചോറ് ആ. ആൻഡ് ബിരിയാണിന്റെ മുകളിൽ വെക്കാം. ഓക്കെ അതാണ് ഓക്കെ. പിന്നെ ബിരിയാണിന്റെ മുകളിൽ അതും വെക്കാം. അത് കിടിലം ബിരിയാണി. ഈ ഒരു രീതിയിൽ പോവാം. ജസ്റ്റ് അത് ഡയലോഗ് എന്താ വെച്ചിട്ട് ചെയ്തോ, ഇതും കൂടെ ജസ്റ്റ് കവർ ചെയ്ത് നോക്കും. അപ്പൊ ഒന്നിക്കുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് വോയിസ് ഓവർ ആണെന്ന് ഉദ്ദേശിച്ച് വോയിസ് ഓവർ. അപ്പൊ ഇവിടുന്നുള്ള വോയിസ്, ഇവിടുന്ന് വോയിസ് ഇവിടുന്നുള്ള വോയിസ് പോട്ട്. ഓക്കെ, ഇതെടുത്തോട്ട് വെക്കാം. മീൽസ് നമുക്ക് നിൽക്കാം. സ്റ്റാർട്ടിങ് അത് നീ ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഇതെല്ലാം എടുത്തിട്ട് ചട്ടിച്ചോറ്. ഓക്കെ ചട്ടിച്ചോറ് പോത്ത് ബിരിയാണി. ഓ ഓക്കെ. ഓരോന്ന് പൊന്തിച്ചിട്ട് സ്പോട്ടിൽ ഒറ്റ ക്ലിക്കിന് പറയാം മൊത്തം. ആ വാടകയുടെ വെക്കാം. ആ വാഴ വെക്കാം. ഓക്കെ, ആദ്യം പോത്ത് ഇതാക്കാം. പോത്ത് വെച്ച് പോത്ത് ഇത് ഇവിടെ വെച്ചു. ഇത് സെറ്റ് ചെയ്യണ്ടേ? മീൽസ് ഞാൻ ഈ ഒറ്റ ഷോട്ട് എടുത്തു. എന്നിട്ട് മീൽസ് നമുക്ക് കുറച്ച് നേരം സെറ്റ് ചെയ്യാം. ഇതൊന്ന് കഴിഞ്ഞിട്ട് അതവിടെ വെച്ചാളാ. ഒരു മീൻ പൊളിച്ചു. അടുത്തെടുത്തെടുത്തു. ടീച്ചറിലായിട്ട് വിടാൻ. പിന്നെ എന്നിട്ട് ലാസ്റ്റിലേക്ക് നല്ല കൊഞ്ചിന്റെ വിശേഷം, കൊഞ്ച് നടഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഹൈലൈറ്റ് ചെയ്തു. അതെന്തായാലും ഇവിടെ നിന്ന് കിട്ടില്ല. റോസ്റ്റ് സാമ്പാർ വേണ്ട, ബിരിയാണി മൂടിയേക്കാം. ഒരാളെയും കൂടി ബിരിയാണി മറ്റേ ഇതിലല്ലോ ഒരു ബൗളിലല്ലോ ഒരു ചെമ്മീൻ റോസ്റ്റ്, പോത്ത് ചട്ടിച്ചോറ്, മീൻ ചട്ടിച്ചോറ്, നല്ല ഫിഷ് ബിരിയാണി, അല്ല മീൻ ബിരിയാണി, പോത്ത് ബിരിയാണി, ചട്ടിച്ചോറ്, പോത്തിലും ചിക്കനിലും ചിക്കനിലില്ല. ചട്ടിച്ചോറ് എല്ലാം ഉണ്ട് ഇവിടെ. നമ്മളിപ്പോ പോത്ത് ഇതാണ് ഉണ്ടാക്കിയത്. ഈ എന്റെ ഒരു സ്റ്റൈൽ മറ്റിച്ചോറുള്ള ഒരു സ്ഥലമുണ്ട് മടിവാള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് നേരെ മറ്റേ ഫ്രണ്ട് ഇങ്ങനെ കാണിക്കും എന്റെ പേര്. ഇത് മാത്രം അല്ല ടേസ്റ്റ്. ഞാൻ തിന്നണത് ഞാൻ ഒരു കാര്യം പറയട്ടെ റജിന, ഞാനൊരു സിമ്പിൾ എനിക്കൊരു ഐഡിയ പറഞ്ഞുതരാം. നീ നേരെ ഒരു സെൽഫി പോണില്ല. അല്ല ഇത് ഒരുമിച്ച് വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാൻ ഞാൻ തിന്നണ വീഡിയോ ഓംപ്ലേറ്റ് രണ്ടിലും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ റജിന ഞാന് എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം പറഞ്ഞുതരാം. എനിക്ക് പറ്റും നോക്കി. ഇത് നോർമലി പറയണ ആ സാധനം ഇല്ലടാ. അതായത് സെൽഫി വീഡിയോ ഇപ്പൊ നമുക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടാളും ഞാനും തിരിച്ചാൻ കൂടി നല്ല അഫോർഡബിൾ റേറ്റില് മടിവാളയില് നല്ല ചാട്ട് അങ്ങനത്തെ സാധനം ഇല്ലടാ. അത് പിടിച്ചു നോക്കിയോ? അത് സാധനത്തിന്റെ വീഡിയോ എടുത്തോ? ഓക്കെ, എടുത്തോ. ഞാൻ ഒരു പൊന്തിച്ചിട്ട് ക്ലിപ്പ് എടുത്തോ ആണെങ്കിൽ. അല്ല അന്ന് മൊത്തം ഷോട്ട് എടുത്തോ. ഞാൻ എന്നോട് പറയാൻ കാരണം എന്താ പറയടാ, ആദ്യത്തെ ഹുക്കില്ലേ എന്റെ ആ സാധനല്ലേ നമ്മള് ഡയറക്റ്റ് ഇതിക്കാണ് പോണേ. ആ സാധനം പിടിച്ചു മനസ്സിലായില്ലേ? ബാക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രം വോയിസ് ഓവർ ചെയ്താൽ മതി.
ഞാൻ പറഞ്ഞുതരാം, ഞാൻ എന്റെ ഈ ക്ലിപ്പ് കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നടുവിലിടണം. നടുവിലിടണം. ആ ചെയർ കാണിക്കണം. നടുവിരിക്കാം. ആ ചെയർ കാണിക്കണം. ഞാനാ ഞാൻ ഇരിക്കണം. ഇന്റർവ്യൂലുണ്ടോ? മ്യൂസിക് ഇന്റർവ്യൂലുണ്ടോ? എന്താ ഊരിനോടോ അത് ഊരിയാണ് ഞാൻ മടിയിൽ വെക്കാം. മടിയെ ആ അല്ല ഇവിടെ ഞാന് ആ വേണ്ട ഒന്ന് ഇവിടെ വെച്ചു. രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാല് വല്ല ഇതുണ്ടാവോ? അവിടെ എന്ത് പരിപാടി? ചേട്ടനെ കുക്കിംഗ് എടുക്കണ്ട. കുക്കിനെ പിടിക്കണ പിടിക്കാം. ഇവിടെ ആരെയും പിടിക്കും. ആർക്കും താല്പര്യം നീ ഇങ്ങോട്ടേക്ക് അപ്പല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എന്നാ പിന്നെ ആ ചേട്ടൻ ചോറ് എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കൂടെ കൊണ്ടുവരുന്നത് കിട്ടണം. അത് വെക്കുന്ന ഒരു ചോറാണ്. ഓക്കെ അല്ല ആ ഒരു ചേട്ടൻ ആ ഓക്കെ ഓക്കെ രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ ചേച്ചി 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 കുക്ക് ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ഉണ്ടാക്കിയത് തന്നെ നിങ്ങളാ ഊക്കിയതാണ്. ഇതിലെ ചേച്ചിയുടെ സ്പെഷ്യൽ എടാ അത് ഫിഷ് ചട്ടിച്ചോറ്, ഇത് പ്രോൺസ് ഫ്രൈ, പ്രോൺസ് ഫ്രൈ, പ്രോൺസ് റോസ്റ്റും, ഇത് പ്രോൺസ് റോസ്റ്റ്, ഇത് ക്രാബ് റോസ്റ്റ്, ഇത് ഫിഷ് പൊള്ളിച്ചത്. ഇതൊക്കെ അഫോർഡബിൾ പ്രൈസ് അല്ലേ? ആ ഒരു നമുക്കൊരു 160 പീസ്. ചട്ടിച്ചോറ് എത്ര വരുന്നത്? മെനു ഉണ്ടാക്കുന്നതിലൂടെ ഞാൻ റെക്കോർഡ് ചെയ്താൽ പോട്ടെ കേട്ടോ. ഫസ്റ്റ് തന്നെ കൈ എന്റെ വീഡിയോ ഇത് മാത്രം കാണിച്ചത്. എടാ ഈ ഒരു കാര്യം ചെയ്യുന്നാല് മറ്റേ മൈക്ക് ചേച്ചി കൊടുക്കേ. ചട്ടിച്ചോറ് വീഡിയോ എടുക്കുന്ന സമയത്ത് ചേച്ചി ചേച്ചി അതിന്റെ ഓരോരുത്തരുടെ പേരും നമ്മളെ കാണിക്കൂല, സംസാരം മാത്രമേ വരുള്ളൂ. അതൊന്ന് കൈ പിടിച്ചു കൈ പിടിച്ചിട്ട് ഇതിന്റെ ഓരോരുത്തരുടെ പേരും ആ ഒരു ഇതിന്റെ വില കണ്ടുപിടിക്കുമ്പോ ഇത് സീസണബിൾ. അതൊന്നും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. അതില് ചെറിയ പ്രൈസ് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് മടിവാള ചെമ്മീൻ പൊരിച്ചതും അല്ല അതൊന്നും ഇപ്പൊ പറയണ്ട. ചോറും അല്ല ഇങ്ങനെ ഉച്ചയടിക്കാൻ പോട്ടെ. അങ്ങനല്ല, ഈ ചേച്ചിന്റെ വോയിസ് മാത്രം വില വയ്ക്കും. ചേച്ചി ഇത് 120, ഇത് നമുക്കൊരു 160, ഇത് 160. അത് നിങ്ങളെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മൈക്ക് അടുപ്പിച്ച് പറഞ്ഞാൽ ഗായ്സ്. നല്ല ചെമ്മീൻ പൊരിച്ചതും നല്ല കിടിലൻ ചട്ടിച്ചോറ് ഫിഷിലും ബീഫിലും ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഹോട്ടലുണ്ട് മടിവാളയില്. കണ്ടോ? ചിക്കൻ ബിരിയാണി അല്ല പോത്ത് ബിരിയാണി. ഇത് ഇതിലല്ലേ ചിക്കൻ ബിരിയാണി പോത്തിലും ചിക്കനില്ല. ഇത് ഫിഷ്, ഇത് ഫിഷിലും പോത്തിലും. ഗായ്സ് നല്ല ചെമ്മീൻ പൊരിച്ചതും നല്ല കിടിലൻ ചട്ടിച്ചോറ് പോത്തിലും ഫിഷിലും അതേപോലെ തന്നെ കിടിലൻ പോത്ത് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അഫോർഡബിൾ പ്രൈസിൽ മടിവാള കിട്ടുന്ന ഒരു സ്പോട്ട്. കണ്ടോ? നല്ല ഞണ്ടിന്റെ ഫ്രൈ ഒക്കെ, അതേപോലെ ഇത് അയല ഫ്രൈ. ചേച്ചി ഇതിന് എന്താ വില വരുന്നത്? അതിലേക്ക് 130. ഓക്കെ. ഇത് റൗണ്ട്സ് 160. 160. ഓക്കെ. ഇത് ചട്ടിച്ചോറ് ബീഫ്, അത് 160. 160. ഇത് അത് 150. ഇത് പോത്ത് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഓക്കെ. ഇത് ഫിഷ് ചട്ടിച്ചോറ്, ഇത് ചെമ്മീൻ റോസ്റ്റ്, ക്രാബ് റോസ്റ്റ്, ഫിഷ് പൊള്ളിച്ചത്. ഓക്കെ. നമ്മുടെ ഷോപ്പിന്റെ പേര് മുല്ലാസ് റെസ്റ്റോറന്റ്. ഓക്കെ.
റൈസിൽ എന്തെങ്കിലും കഴിക്കുന്ന മാത്രം അതിന്റെ ഇടയിലൊന്നും പിന്നെ എടാ ഒന്നുകൂടി എടുക്കണം, ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട്, പെർഫെക്റ്റ് എടുത്തോ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് എടുത്തോ. ചേച്ചി ഒന്നുകൂടി പെർഫെക്റ്റ് ആവട്ടെ. ആ ചേച്ചി നമുക്ക് രണ്ട് പ്രാവശ്യം പറയുമ്പോൾ ഒന്നുകൂടെ ഇജും ടെൻഷൻ വേണ്ട, ഇജും സിമ്പിൾ ആയിട്ട് പോയിക്കോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ എന്റെ സൈഡിൽ ഓക്കെയാണ്. സ്റ്റാർട്ടിംഗ് സെൽഫി എടുക്കാണ്ട് ഇത് ഒരാൾ ബീഫും ഒരാൾ ചിക്കനാ പറഞ്ഞത്. ഇത് ഏതെങ്കിലും ഒരെണ്ണം ഇത് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞ ചിക്കനാണെന്ന് ചിക്കൻ പറഞ്ഞു. ബീഫ് പറയാം. പിന്നെ ബീഫ് എന്ന് പറയണ്ട പോത്ത് ഇത് ഫിഷ് കറിയാണ് കേട്ടോ, ഫിഷ് ഫ്രൈ അല്ല. നല്ല അയിലക്കറി, നല്ല അയിലക്കറി എന്ന് പറഞ്ഞാൽ നാടൻ അയിലക്കറി എന്ന് പറഞ്ഞാലും മതി. അയില മുളക് ഇട്ടതാണ്. അല്ല അതല്ല, അയില മുളക് ഇട്ടത്, പിന്നെ നല്ല മീൻ ഇത് പൊളിച്ചത്. മീൻ പൊളിച്ചത്. ഓക്കെ സ്റ്റാർട്ട്. ഗായ്സ് നല്ല ചെമ്മീൻ പൊരിച്ചതും നല്ല കിടിലൻ എന്താ ബീഫ് ചട്ടിച്ചോറ്. ഒന്നുകൂടി പോത്തല്ലേ? ഗായ്സ് നല്ല ചെമ്മീൻ പൊളിച്ചതും പൊരിച്ചതും അതേപോലെ ബീഫ് ചട്ടിച്ചോറ് അല്ലേ, പോത്ത് ചട്ടിച്ചോറും മീൻ ചട്ടിച്ചോറൊക്കെ കിട്ടണം. ഗായ്സ് നല്ല ചെമ്മീൻ പൊരിച്ചതും പോത്ത് ചട്ടിച്ചോറും ഫിഷ് ചട്ടിച്ചോറും അതേപോലെ ക്രാബിന്റെ കിടിലൻ ഫ്രൈയും നല്ല കിടിലൻ വേറെ ലെവൽ ഫിഷ് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് മടിവാളുണ്ട്. ചേച്ചി ഇതിന് കിട്ടുന്ന പ്രൈസ് ഒന്ന് പറയോ? പ്രോൺസ് 160 ആണ്. 160 130 ബീഫ് ചട്ടിച്ചോറ്, അത് 160. 160 എന്തൊക്കെ ഐറ്റംസ് ആയിട്ടുള്ള ചേച്ചി? അത് ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് പോത്ത് ചട്ടിച്ചോറ് പോത്ത് ചട്ടിച്ചോറ്, പോത്ത് ഫ്രൈ, പോത്ത് റോസ്റ്റ്, ഓംപ്ലേറ്റ്, പിന്നെ ചമ്മന്തി, Okay. പിന്നെ തോരന്, പിന്നെ കൂട്ടുകറി. ഓക്കെ ഇതിലെന്തൊക്കെ ഇത് ഫിഷ് ചട്ടിച്ചോറാണ്. അതിൽ ഫിഷ് ഫ്രൈ വരും, ഫിഷിന്റെ കറിയുണ്ട്, തോരൻ, പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, പിന്നെ ഓംപ്ലേറ്റ്, പിന്നെ ചമ്മന്തി, കൂട്ടുകറി, തോരൻ, അങ്ങനെയല്ല. അതിന് സീസണബിൾ ആണ്. ഇപ്പൊ കൊടുക്കുന്നത് 180ക്കാണ്. ഇതിന് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി 150 ആണ്. ഷോപ്പിന്റെ പേര് മുല്ലാസ് റെസ്റ്റോറന്റ്. ഫിഷ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞേ. അത് സാരമില്ല. അതിനകത്ത് അത് മാറ്റിയാ മതി. ആ ഏരിയ അല്ല, ഈ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു. വേറെ വോയിസ് ചെയ്യാൻ അല്ല ഫിഷ് ബിരിയാണി ഒക്കെ കിട്ടുന്നതല്ല, അതൊന്നും ചെയ്യില്ല ആൾക്കാരൊന്നും. ഫിഷ് ബിരിയാണി നമുക്ക് കൊടുക്കാം. ബാക്കി ജില്ലടാ ലാസ്റ്റ് ചെറിയൊരു വോയിസ് ഓവർ കൊടുത്തോ. വീഡിയോ എടുക്കണം കേട്ടോ. അല്ലാതെ കണ്ടില്ലേ ഫോണൊരു ഹാങ് ആയി. ചട്ടിച്ചോറ് ആ ചേട്ടനോട് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അല്ല ഇപ്പൊ അല്ല ഞാൻ അവിടെ പോയിരിക്കും, എല്ലാവരോടും പോയി. എല്ലാവരും പോയി. എല്ലാവരും തിന്നണ കണ്ടിരുന്നു. വേണ്ടല്ലേ? എടാ ജസ്റ്റ് അതെടുത്ത് പൊന്നിച്ച് നീ ഇപ്പൊ തന്നെ പോലല്ലോ. അതില് അതിപ്പോ ഞാൻ നോക്കി ക്യാമറ ഫസ്റ്റ് ഞാൻ ഇവിടെ വരുന്നു. ഇത് പൊന്തിക്കണം. പൊന്തിക്കുന്ന ഞാൻ ഇങ്ങോട്ട് വരും, ജസ്റ്റ് അടുത്ത ഇത് ഇങ്ങോട്ട് വരും. അവൻ മണക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ പൊതിക്കട്ടെ. റജിന ആൻസർ ഉണ്ടോ? റജിൻ ബ്രോ ഒന്ന് ഓഫ് ചെയ്ത്. എടാ ഒന്ന് ഒറ്റ മിനിറ്റ് പൊന്തിക്കണ, പൊന്തിച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ രണ്ട് പൊന്തിച്ചോ, എന്നിട്ട് ഞാൻ നേരെ വോയിസ് പറയാം. നമ്മള് മടിവാള ഡിലേ ആക്കല്ലേ, പെട്ടെന്ന് ഇതാക്കണം. സംഭവം ഒന്ന് വണ്ടടിച്ചിട്ട് ഗൈസ് നല്ല പോത്തിന്റെ കിടിലൻ ചട്ടിച്ചോറും ഫിഷിന്റെ കിടിലൻ ചട്ടിച്ചോറും നല്ല അടിപൊളി പോത്ത് ബിരിയാണി ഫിഷ് ബിരിയാണി കിട്ടുന്ന ഒരു കിടിലൻ റെസ്റ്റോറന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയെന്നുള്ളത്. അതെ, നമ്മുടെ മടിവാള മുല്ലാസ് കിച്ചണിലാണ് ഞാനുള്ളത്. ഇവിടെ നല്ല ക്രാബ് ഫ്രൈ, അതുപോലെ തന്നെ
പ്രോൺസ് ഫ്രൈ, പ്രോൺസ് ചില്ലി, നല്ല കിടിലൻ അയില മുളകിട്ടത് എല്ലാം കിട്ടും ബ്രോ. പിന്നെ അവരുടെ സ്പെഷ്യൽ ഫിഷ് പൊള്ളിച്ചത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ടേക്കിലും പ്രോൺസ് ഫ്രൈ അഭിനയിച്ചാൽ ജീവിക്കണ്ട കസാല എടുത്തടിക്കും. ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണോ ചേട്ടനുണ്ട്. എടാ ഓക്കെ ഓക്കെ